ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് അവക്കാഡോ വെച്ചിട്ട് നല്ലൊരു സ്മൂത്തി ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സാധാരണ നിങ്ങൾ ബ്രെഡിലൊക്കെ തേച്ചല്ലേ അവക്കാഡോ കഴിക്കാറുള്ളത്, ഇതുപോലെ തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മൾ റെസിപ്പിയിലേക്ക് പോകാം. കീപ്പ് ഓൺ വാച്ചിങ് ഗൈസ്. അവക്കാഡോ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ 2 അവക്കാഡോ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തിട്ടുള്ളത് നോക്കിയിട്ട് വാങ്ങണേ. ചെറുതായിട്ട് പഴുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ചവർപ്പ് ടേസ്റ്റ് വരും. നന്നായിട്ട് ഇതുപോലെ നല്ല ഞെക്കി നോക്കുമ്പോഴത്തേക്കും നല്ല ഇങ്ങനെ അമങ്ങി വരണം. പിന്നെ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. ഇതിനുള്ളിലായിട്ട് വലിയൊരു സീഡുണ്ട്, അതും കൂടെ മാറ്റിയ ശേഷം നമ്മൾ ഐസ്ക്രീം ഒക്കെ സ്കൂപ്പ് ചെയ്യുന്ന പോലെ നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ? ഇനി നമുക്കിതിന്റെ ഒരു പോർഷൻ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ, കാരണം എനിക്ക് മാത്രമായിട്ട് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു അവക്കാഡോയുടെ ആ ഒരു ഹാഫ് ഇല്ലേ, അത് നമുക്ക് സ്കൂപ്പ് ചെയ്തതുപോലെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഒരു സ്മൂത്തി ആയിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്, ഇതൊരു ബട്ടർ ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചേരുവകൾ ചേർത്തൊരു മടുപ്പ് തോന്നും. 2 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ കുറച്ച് പാലൊന്ന് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ലൂസ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല തിക്കായിട്ട് വേണമെങ്കിൽ കട്ടിയുള്ള പാല് മാത്രം എടുത്തിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. പക്ഷെ ഇതൊരു ബട്ടർ ടേസ്റ്റ് ആയത് നമുക്കൊരു മടുപ്പ് തോന്നും. നമുക്കൊരു ഐസ് ക്യൂബ് ഇട്ട ശേഷം അടിച്ചെടുത്തേക്കുന്നത് നമ്മുടെ അവക്കാഡോ മിക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒട്ടും മടുപ്പ് തോന്നത്തില്ല, നല്ല ടേസ്റ്റുമാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇനി ഞാൻ മുകളിലായിട്ട് കുറച്ച് ബദാം ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കണം. എനിക്കൊന്ന് മിക്കവർക്കും അറിയാവുന്നതായിരിക്കും. ഞാൻ ഇന്നിപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഉണ്ടാക്കിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്തോന്നേ ഉള്ളൂ. എനിക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി എടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവക്കാഡോ വാങ്ങി ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കണം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ടേക്ക് കെയർ. അണ്ടിൽ ദെൻ ബൈ.